APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഡിസംബർ 2024 നടന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് 2024 സ്കീം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ആണിത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡ്രാഫ്റ്റ് സ്കീം എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു സ്കീമാണ് തുടക്കത്തിലെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക. ഡ്രാഫ്റ്റ് സ്കീം എത്തിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് പറയും. ബട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഫൈനൽ സ്കീം വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോഴേ ഇത് ഓർമ്മ ഉണ്ടാവും, പിന്നീട് ഇത് ഓർമ്മ ഉണ്ടാവില്ല. റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം റീവാലുവേഷൻ കൊടുക്കുക. സിമ്പിൾ പൊസിഷനൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് നല്ല രീതിയിൽ കുറയും. റിസൾട്ട് വരുന്ന സമയത്ത് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുക. അതിനുശേഷം സ്കീം വന്നതിന് ശേഷം ഒരു വീഡിയോ കൂടി ചെയ്യും. അത് ജസ്റ്റ് സ്കീം എക്സ്പ്ലനേഷൻ മാത്രമേ ഉണ്ടാവൂ, ആൻസർ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടിട്ട് തീരുമാനിക്കുക. മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതേപോലെ ഐസോമെട്രിക്കിൻ്റെ ക്വസ്റ്റ്യനിൽ സ്കെയിലിംഗ് ഒരു പ്രശ്നമായി വന്നിട്ടുണ്ട്. പ്രൊപ്പോർഷനായിട്ടുള്ളൊരു ഡയമെൻഷൻ അല്ല വരുന്നത്. അത് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ സ്കീം വരിക. ഓക്കെ, ഈ വീഡിയോയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 1-ലത്തെ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിലും റൊട്ടേറ്റിംഗ് പ്ലെയിനിലും ചെയ്യാം. ലൈനിലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. The top and front views of a line AB are inclined at 35 degree and 45 degree respectively to the XY line. One end is on both HP and VP, while the other end is 50 mm above HP. Draw the projections of the line and determine its true length and inclinations and locate its traces. The line is in the first quadrant. Given data set എഴുതാം. The top and front views of a line AB are inclined 35 degree and 45 degree respectively. Inclination of front view, that means alpha, equal to 35 degree. Inclination of top view equal to 45 degree. ഇങ്ങനെ ഡാറ്റ എടുത്ത് എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. തന്നിരിക്കുന്നത് inclination of top view equal to 35 degree. Inclination of front view equal to 45 ഡിഗ്രി. അപ്പോൾ ഇത് കുറേ കുട്ടികൾക്ക് ഞാൻ കാണുന്നൊരു മിസ്റ്റേക്കാണ്. ഇതിപ്പോൾ എനിക്കും സംഭവിച്ചിട്ടില്ലേ. അപ്പോൾ എനിക്കെങ്ങനെ ഇത് മനസ്സിലായത്? ഞാനത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ടോപ്പ് വ്യൂടെ ഇൻക്ലിനേഷൻ ആണോ ഫ്രണ്ട് വ്യൂടെ ഇൻക്ലിനേഷൻ ആണോ? ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ വീണ്ടും നോക്കുമ്പോൾ മാറി. ടോപ്പ് വ്യൂടെ ഇൻക്ലിനേഷനാണ് ആദ്യം തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം മിസ്റ്റേക്സുകൾ നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനത്തെ മിസ്റ്റേക്സ് വരുമ്പോൾ ആൻസർ തെറ്റിപ്പോവും. ആൻസർ കീനെ ബേസ് ചെയ്തിട്ട് വാല്യൂ ചെയ്യുമ്പോൾ മാർക്ക് കുറയും, വളരെ കുറയും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ തന്നിരിക്കുന്നത് വൺ എൻഡ് ഈസ് ഓൺ ബോത്ത് HP ആൻഡ് VP. അപ്പോൾ നമ്മൾ ലൈൻ AB എടുത്തിരിക്കുന്നത്. അപ്പോൾ A ഡാഷ് XY ലൈനിലാണ്. പിന്നെ വൺ എൻഡ് ഈസ് ഓൺ ബോത്ത് HP ആൻഡ് VP. അപ്പോൾ എയുടെ ടോപ്പ് വ്യൂ എയും രണ്ടും എന്താണ്? XY ലൈനാണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം. ഇതാണ് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. അതർ എൻഡ് ബിയുടെ B ഡാഷ് അതർ എൻഡ് ഈസ് 50 mm എബോ HP. അപ്പം B ഡാഷ് 50 mm എബോ XY ലൈനാണ്. 50 mm എബോ XY. ഇത്രയും ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, കുറേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക ഈ ഒരു കാര്യമാണ്. വൺ എൻഡ് ഈസ് ഓൺ ബോത്ത് HP ആൻഡ് VP. ഓക്കെ, അപ്പോൾ ഒരു ലൈനിൻ്റെ ഒരു എൻഡ്, അതായത് A HP-യിലും VP-യിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. എ പോയിൻ്റ് ഈസ് ഇൻ HP മീൻസ് HP-ക്ക് എബോ അല്ല, HP-ക്ക് ബിലോ അല്ല, HP-യിൽ തന്നെയാണ് പോയിൻ്റ്. പോയിൻ്റ് ഈസ് ഇൻ VP മീൻസ് VP-യിലാണ് പോയിൻ്റ്. ഓക്കെ, ഇൻ ഫ്രണ്ടും അല്ല ബിഹൈൻഡും അല്ല. അപ്പോൾ ഇൻ ബോത്ത് HP ആൻഡ് VP എന്ന് പറയുമ്പോൾ XY ലൈൻ റെഫറൻസ് ലൈനിലാണ് പോയിൻ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ XY ലൈൻ ആയിരിക്കും, ടോപ്പ് വ്യൂ XY ലൈൻ ആയിരിക്കും. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ബീറ്റയും ആൽഫയാണ്. ആദ്യം തന്നിരിക്കുന്നത് ബീറ്റയാണ്, തെറ്റിപ്പോകരുത്, ആൽഫയായിട്ട് എടുത്ത് പോകരുത്. അതായത് ഫ്രണ്ട് വ്യൂയുടെ ഇൻക്ലിനേഷനാണ് രണ്ടാമത് തന്നിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നത് ടോപ്പ് വ്യൂയുടെ ഇൻക്ലിനേഷനാണ് 35 ഡിഗ്രി. അപ്പോൾ ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ 35 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി. പിന്നെ ഫ്രണ്ട് വ്യൂയുടെ ലോക്കസ് തന്നിട്ടുണ്ട് B ഡാഷിൻ്റെ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി. ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നേരെ താഴെ ടോപ്പ് വ്യൂ കിട്ടും. ഫ്രണ്ട് വ്യൂ റൊട്ടേറ്റ് ചെയ്താൽ
ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇംഗ്ലീഷ് വിത്ത് വി പി കിട്ടും. ടോപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇംഗ്ലീഷ് വിത്ത് എച്ച് പി കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബട്ട് ഇങ്ങനെ ഈ ഒരൊറ്റ കാര്യങ്ങളുണ്ട്. പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ് ശരിക്കും അറിയാത്തതുകൊണ്ട് കുറച്ച് പേർക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഓക്കെ, ഓട്ടോഡെസ്കിൻ്റെ ഓട്ടോ ക്യാഡ് സോഫ്റ്റ്വെയർ വിസിറ്റാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഗിവൺ ഡാറ്റ ലൊക്കേറ്റ് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്നത് A' ആൻഡ് B'. അത് ആദ്യം ലൊക്കേറ്റ് ചെയ്യാം. എക്സ് വൈ ലൈൻ വരയ്ക്കുക. A'-ഉം Aയും എക്സ് വൈ ലൈനിലാണ്. അപ്പോൾ നമുക്കൊരു പോയിൻ്റ് എടുത്തിട്ട് A'-ഉം Aയും ലൊക്കേറ്റ് ചെയ്യാം. ഈ പോയിൻ്റാണ് ഞാൻ A' ആയിട്ട് എടുത്തിരിക്കുന്നത്. A' ലൊക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് തന്നിരിക്കുന്നത് B' ലോക്കസാണ്. അത് 50 mm എബോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 50 mm എബോ ആയിട്ട് B' ലോക്കസ് ലൈൻ വരയ്ക്കാം. ഇപ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് 50 mm മുകളിൽ 50 എടുക്കുക. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം, ലോക്കസ് ലൈൻ വരയ്ക്കാം. ഈ ലൈനിൽ എവിടെയായിരിക്കും B' വരിക. ഈ ലൈൻ ലോക്കസ് ലൈനിൻ്റെ ചേഞ്ച് ഇൻ സെൻറ്റർ ലൈൻ ആക്കി മാറ്റാം. ഈ ലൈനിൽ എവിടെയായിരിക്കും B' വരിക എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂയുടെയും ടോപ്പ് വ്യൂയുടെയും ആംഗിളാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂയുടെ ആംഗിൾ 45 ഡിഗ്രി എന്ന് തന്നു. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി ലൈൻ വരച്ചാൽ നമുക്ക് A', B' കിട്ടും. A' B1' ആണെങ്കിൽ ഇംഗ്ലീഷ് വിത്ത് HP ആണ് തരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് A', B' ആണ്. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ θ5 ട്രൂ ലെങ്ത് A' തന്നിരിക്കുന്ന ആ ഒരു ജനറൽ ഫിഗർ റെഫറൻസ് ഫിഗറായിട്ട് സൈഡിൽ എടുത്ത് വെച്ച് ചെയ്യാം. ഇതാണ് ആ റെഫറൻസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് A' തന്നു, B'-ൻ്റെ അതായത് ഈ ലൈൻ്റെ ലോക്കസ് തന്നു. പിന്നെ തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂയുടെയും ടോപ്പ് വ്യൂയുടെയും ഇൻക്ലിനേഷനാണ്. ദാറ്റ് മീൻസ് A', B'-ൻ്റെയും AB-യുടെയും ഇൻക്ലിനേഷൻ. ഫ്രണ്ട് വ്യൂയുടെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രിയാണ്. അപ്പോൾ A', B' ഈ യെല്ലോ കളർ കാണുന്ന ലൈൻ 45 ഡിഗ്രി നമുക്കിവിടെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യുന്നു. അത് തിക്ക് ലൈനാണ്, കാരണം വിസിബിൾ ലൈനാണ്. 45 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കുക ഈ പോയിൻറ്റിലേക്ക്. അതിൻ്റെ ലെങ്ത് നമുക്കറിയില്ല, ബട്ട് ആംഗിൾ അറിയാം. 45 ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് ഈ ലൈൻ വരയ്ക്കുന്നു. ഇത് തിക്ക് ലൈനാണ്. ഇതാണ് B'. അങ്ങനെ നമുക്ക് B' കിട്ടി. ഇനി നമുക്കറിയാം B' കിട്ടിയാൽ B'-ഉം Bയും സെയിം ലൈനിലാണ്. ഈ പ്രൊജക്ടർ സെയിം എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ലൈനാണ്. അപ്പോൾ നമുക്ക് ആ പ്രൊജക്ടർ വരയ്ക്കാം. അങ്ങനെ ഈ ഫിഗർ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം B' നിന്ന് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈനിൽ എവിടെയോ ആണ് B വരുന്നത്. ബട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 35 ഡിഗ്രി ടോപ്പ് വ്യൂയുടെ ഇംഗ്ലീഷ് തന്നിട്ടുണ്ട്. അപ്പോൾ AB-യുടെ ഇംഗ്ലീഷ് എത്രയാണ്? 35 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ AB ലൈൻ വരച്ചിട്ട് ഈ വെർട്ടിക്കൽ പ്രൊജക്ടർ ലൈനിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിൻ്റ് ആയിരിക്കും B. അപ്പോൾ 35 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്ന് 35 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കുക. ഈ ലൈൻ എവിടെയാണോ വന്ന് മീറ്റ് ചെയ്യുന്നത് ഈ പ്രൊജക്ടറിൽ ഈ പോയിൻ്റ് ആയിരിക്കും B. ബിയിലൂടെ ലോക്കസ് വരയ്ക്കുക. B കിട്ടി. അപ്പോൾ നമുക്ക് A', B'-ഉം ABയും കിട്ടി. ഇനി റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡോ റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡോ യൂസ് ചെയ്തിട്ട് ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും, ട്രൂ ഇൻക്ലിനേഷനോ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആദ്യം റൊട്ടേറ്റിംഗ് ലൈനിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് റൊട്ടേറ്റിംഗ് പ്ലെയിനിലെ ആൻസറും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റെഫറൻസ് ഫിഗർ നോക്കുമ്പോൾ നമുക്കിനി കിട്ടേണ്ടത് B2 ആണ്. B2 കിട്ടണമെങ്കിൽ B2' കിട്ടണം. B2' കിട്ടണമെങ്കിൽ A', B' റൊട്ടേറ്റ് ചെയ്ത് A' ലൈനിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ A'-ഉം Aയും എക്സ് വൈ ലൈനാണ്. അതിനെന്താ കുഴപ്പം? ഈ A' ഈ ലൈനിലേക്ക്, അതായത് എക്സ് വൈ ലൈനിലേക്ക് A', B' റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അതിന് ആർക്ക് വരയ്ക്കുക. A', B' ലെങ്ത്തിൽ A സെൻറ്ററായിട്ട്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ പോയിൻ്റാണ് ഇവിടെ കാണുന്ന B2'. അപ്പോൾ ഇവിടെ നമുക്ക് B2' കിട്ടി. B2' കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് B2 കിട്ടും. കാരണം B2' നിന്ന് Bയുടെ ലോക്കസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. നമുക്ക് ഈ ഫിഗർ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ B2' നിന്ന് Bയുടെ ലോക്കസിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ പോയിൻ്റാണ് B2. B2 കിട്ടിക്കഴിഞ്ഞാൽ B2 ലൈൻ ജോയിൻ ചെയ്യാൻ പറ്റും. അതാണ് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP. അപ്പോൾ എനിക്ക് 79 കിട്ടിയിരിക്കുന്നത്. ഈ ലൈൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ട്രൂ ലെങ്ത് AB2 ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ഈ AB2നെ ഈ A' നിന്ന് B1' കിട്ടാൻ വേണ്ടിയിട്ട് B' ലോക്കസിലേക്ക് ആർക്ക് കട്ട് ചെയ്താൽ മതി.
അല്ലെങ്കിൽ നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കിട്ടും. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ നോക്കുമ്പോൾ എ ബിനെ റൊട്ടേറ്റ് ചെയ്ത് XY ലൈന് പാരലാക്കുമ്പോൾ B1 കിട്ടും. അതായത് എയിലേക്ക് കൊണ്ടുവരുമ്പോൾ എയുടെ ലോക്കസിലേക്ക് കൊണ്ടുവരുമ്പോൾ B1 കിട്ടും. B1 B1 ഡാഷ് കിട്ടാൻ വേണ്ടിയിട്ട് B ഡാഷിൻ്റെ ലോക്കസിലേക്ക് പ്രൊജക്ടർ വരയ്ക്കണം. അപ്പോൾ ആ സെയിം കാര്യം തന്നെ നമ്മളിവിടെ ചെയ്യുന്നു. എ സെൻറ്റർ AB റേഡിയസിൽ ആർക്ക് വരയ്ക്കുന്നു. ഈ പോയിൻ്റാണ് B1. അപ്പോൾ B1 കിട്ടിക്കഴിഞ്ഞാൽ B1 ഡാഷ് B ഡാഷിൻ്റെ ലോക്കസിൽ കിട്ടും. അവിടത്തേക്ക് പ്രൊജക്ടർ വരച്ചാൽ മതി. അപ്പോൾ അത് ചെയ്യുന്നു. ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് B1 ഡാഷ്. വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. ബട്ട് പലരും ഇത് ടഫാന്ന് കരുതി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി എ ഡാഷ് B1 ഡാഷ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യണം. ഇതാണ് പ്രൊജക്ഷൻ. നമുക്ക് ട്രേസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ഇറ്റ്സ് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ ആൻഡ് ലൊക്കേറ്റ് ഇറ്റ്സ് ട്രേസസ്. ഓക്കെ, ട്രേസ് ലൊക്കേറ്റ് ചെയ്യുമ്പം ഫ്രണ്ട് വ്യൂവിന് എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് H ഡാഷ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എ ഡാഷ് തന്നെയാണ് H ഡാഷ്, അതായത് ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ H കിട്ടണം. ഓക്കെ, ഒരു പോയിൻ്റ് ഈസ് ഇൻ ബോത്ത് HP ആൻഡ് VP ആണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും സെയിം പോയിൻ്റ് തന്നെയായിരിക്കും. ഒരു പോയിൻ്റ് HP-യിലാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ ട്രേസ് H ഡാഷ് XY ലൈനിലും H ഇൻ ഫ്രണ്ട് ഓർ ബിഹൈൻഡ് ആകാം ഇതുണ്ട്. ഇൻ ഫ്രണ്ട് ഓർ ബിഹൈൻഡ് ആയിരിക്കും. H ഇൻ ഫ്രണ്ട് ഓർ ബിഹൈൻഡ് ആയിരിക്കും. വെർട്ടിക്കൽ ട്രേസ് VP-യിലത്തെ പോയിൻ്റാണ്. അതിൻ്റെ V ടോപ്പ് വ്യൂ XY ലൈനിലും അതിൻ്റെ ഫ്രണ്ട് വ്യൂ V ഡാഷ് XY ലൈൻ താഴെയാകാം. അത് ബിലോ HP ആകുമ്പോൾ എബോ HP ആകുമ്പോൾ XY ലൈന് മുകളിലാകാം. ഓക്കെ, ഇനി എ പോയിൻ്റ് ഈസ് ഇൻ ബോത്ത് HP ആൻഡ് VP ആകുമ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ ട്രേസും ഹൊറിസോണ്ടൽ ട്രേസും ഈ പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ H ഡാഷ് H V ഡാഷ് എല്ലാം ഈ ഒരൊറ്റ പോയിൻ്റിലായിരിക്കും. ഈ പോയിൻ്റ് തന്നെ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് കുറച്ച് പേർക്ക് തെറ്റിയിട്ടുണ്ടാവും. അതിൻ്റെ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറഞ്ഞാൽ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് HP-യിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. വെർട്ടിക്കൽ ട്രേസ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് VP-യിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. ഈ കേസിൽ ലൈൻ ഈസ് ഇൻ ബോത്ത് HP ആൻഡ് VP ആണ്. ഓക്കെ, അതുകൊണ്ട് ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും ഒക്കെ ഒരൊറ്റ പോയിൻ്റിലാണ് XY ലൈനിലാണുള്ളത്. കാരണം HP-യിലത്തെ പോയിൻ്റാണ്. ബട്ട് ഇതിന് ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് ഇല്ല, ബിഹൈൻഡ് ഡിസ്റ്റൻസ് ഇല്ല, എബോവ് ഡിസ്റ്റൻസ് ഇല്ല, ബിലോ ഡിസ്റ്റൻസ് ഇല്ല. എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് അത് H ഡാഷ് കൊടുക്കും. അതിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം എവിടത്തേക്ക് AB-യിലേക്ക്. അപ്പോൾ AB-യിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ട ആവശ്യമില്ല. AB ഈ ലൈനിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അതേപോലെ AB-നെ എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വെർട്ടിക്കൽ ട്രേസിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ V ഇവിടെ കിട്ടും. V ഡാഷ് കിട്ടണമെങ്കിൽ അതിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചിട്ട് A ഡാഷ് B ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഓൾറെഡി ഇവിടെ തന്നെ കിട്ടുന്നു. അതുകൊണ്ട് H ഡാഷ് H എല്ലാം ഈ ഒരൊറ്റ പോയിൻ്റിലായിരിക്കും. അങ്ങനെ നെയിം ചെയ്യാം. H ഡാഷ് H V ഡാഷ് ഇതൊക്കെ ഒരൊറ്റ പോയിൻ്റിലാണ്. ആ പോയിൻറ്റും എ ഡാഷും എയും ഒക്കെ എന്താണ് സെയിമാണ്. ഓക്കെ, അപ്പോൾ ട്രേസ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പേ ഡയമെൻഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഡയമെൻഷൻ ചെയ്യാനുള്ളത് 2 ഇൻക്ലിനേഷനും ഈ ഹൈറ്റുമാണ്. ഈ ഹൈറ്റ് 50 mm. ഇതിൻ്റെ ആംഗിൾ അത് 45 ഡിഗ്രിയാണ്. ടോപ്പ് വ്യൂയുടെ ഇൻക്ലിനേഷൻ അത് 35 ഡിഗ്രിയാണ്. ഇത് രണ്ടും ഗിവൺ ആണ്. നമുക്ക് ആൻസർ എടുത്തെഴുതുകയാണ് വേണ്ടത്. അപ്പം ഞാൻ അത് മെഷർ ചെയ്ത് കാണിച്ചു തരാം എത്രയാണ് ആൻസർ വരുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് 26 ഡിഗ്രിയാണ്. ഇൻക്ലിനേഷൻ വിത്ത് HP കിട്ടിയിരിക്കുന്നത് 39 ഡിഗ്രിയാണ്. ട്രൂ ലെങ്ത് കിട്ടിയിരിക്കുന്നത് 79 ആണ്. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ടോപ്പ് വീഡിയോ ഫ്രണ്ട് വീഡിയോ ലെങ്ത് ഒന്നും ചോദിച്ചില്ല, അതുകൊണ്ട് എടുത്തെഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ആൻസേഴ്സ് നമുക്ക് ഇവിടെ എടുത്തെഴുതാം. ആൻസർ എടുത്തെഴുതി നമുക്ക് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡിൽ ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡിൽ ചെയ്യുമ്പോഴും ഇത്രയും സ്റ്റെപ്സ് സെയിം ആണ്. XY ലൈൻ വരച്ചു, A ഡാഷ് A ലൊക്കേറ്റ് ചെയ്തു, B ഡാഷിൻ്റെ ലോക്കസ് ലൈൻ വരച്ചു, A ഡാഷ് B ഡാഷ് 45 ഡിഗ്രിയിൽ എടുത്തു, B ഡാഷിന് പെർപെൻഡിക്കുലർ പ്രൊജക്ടർ വരച്ചു, അതിലേക്ക് 35 ഡിഗ്രിയിൽ AB വരച്ചു.
അങ്ങനെ ബി ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തൊരു മെത്തേഡാണ് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ്. അപ്പോൾ ആ മെത്തേഡിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ബി ഡാഷിൽ നിന്നും എ ഡാഷിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുക. ബി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചിട്ട് എക്സ് വൈ ലൈനിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത്. നമ്മളിപ്പം പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞു. അങ്ങനെ കിട്ടുന്ന പോയിൻ്റാണ് ക്യാപിറ്റൽ ബി. അപ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇത് കിട്ടിയിരിക്കുന്നത് 35 ആണ്. അപ്പോൾ ബി ഡാഷിൽ നിന്ന് 35 mm ലൈൻ മുകളിലോട്ടേക്ക് എടുക്കണം, അല്ലെങ്കിൽ 35 mm മാർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ പോയിൻ്റാണ് ക്യാപിറ്റൽ ബി. ഇനി എ ഡാഷിന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. എക്സ് വൈ ലൈനിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത്. ബട്ട് എക്സ് വൈ ലൈനിൽ നിന്ന് എയിലേക്ക് ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എ ഡാഷ് തന്നെയായിരിക്കും ക്യാപിറ്റൽ എ. ഓക്കെ, അതുകൊണ്ട് എ ബി ലൈൻ ജോയിൻ ചെയ്താൽ മതി. അത് തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇതേപോലെ ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം, എയിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതിന് ബിയിൽ നിന്ന് എ ബിക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. അതിൻ്റെ ലെങ്ത് നമുക്കറിയാം. എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് അത് ഓൾറെഡി നമുക്കറിയാം 50 ആണ്. അത് ആർക്ക് കട്ട് ചെയ്യൊന്നും വേണ്ട. 50 എടുക്കുക, ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ പോയിൻ്റാണ് ക്യാപിറ്റൽ ബി. ഇനി എയിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നേരത്തെ കേസ് ഇവിടെ എ ഡാഷിലേക്ക് ഡിസ്റ്റൻസ് ഇല്ല. എ ഡാഷ് തന്നെ ഈ പോയിൻ്റ് തന്നെയായിരിക്കും എ. അപ്പോൾ തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് എ ബി ജോയിൻ ചെയ്യാം. ഇനി ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റ് ഫ്രണ്ട് വ്യൂ ആയിട്ട് ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ പോയിൻ്റാണ് വെർട്ടിക്കൽ ട്രേസ്. അതേപോലെ ടോപ്പ് വ്യൂ ആയിട്ട് മേക്ക് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന പോയിൻ്റാണ്, ഈ ട്രയാങ്കിളിൻ്റെ ഈ പോയിൻ്റാണ് ഹൊറിസോണ്ടൽ ട്രേസ്. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും ഒക്കെ സെയിം പോയിന്റിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ട്രേസും ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും ഒക്കെ ഈ ഒരൊറ്റ പോയിന്റിലാണ്. ആൻസർ നോക്കാം. ട്രൂ ലെങ്ത് നേരത്തെ കിട്ടിയിരിക്കുന്നത് 79 ആയിരുന്നു. ഇവിടെയും കിട്ടിയിരിക്കുന്ന ലെങ്ത് 79 തന്നെയാണ്. ആ സെയിം ട്രൂ ലെങ്ത് തന്നെ ഈ ട്രയാങ്കിളിലും കിട്ടണം. ഇവിടെ അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി ഇവിടെ കാണുന്നതാണ്. അതായത് ടോപ്പ് വ്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്നത്, താഴത്തെ ട്രയാങ്കിൾ മേക്ക് ചെയ്യുന്നതാണ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. അത് 39 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 39 ഡിഗ്രി. ഇവിടെയും നേരത്തെ കിട്ടിയ ആൻസറാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 39 ഡിഗ്രി തന്നെയാണ്. അതുപോലെ എ ഡാഷ് ബി ഡാഷും ക്യാപിറ്റൽ എ ബിയും തമ്മിൽ മേക്ക് ചെയ്യുന്നതാണ് ഇൻക്ലിനേഷൻ വിത്ത് വി പി 5. അതിവിടെ കിട്ടിയിരിക്കുന്നത് 26 ഡിഗ്രിയാണ്. നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്നത് 26 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡിലും സെയിം ആൻസർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡ്രാഫ്റ്റ് ആൻസർ കീ, ഫൈനൽ ആൻസർ കീ ഒക്കെ വന്നിട്ട് ആൻസർ കീനെ ബേസ് ചെയ്തിട്ടൊരു ആൻസറിനെ മാത്രം ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ കീ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാനൊരു ആൻസർ കീ പറയാം. ഈ രീതിയിലായിരിക്കും. അതായത് എ ഡാഷ് എ ലൊക്കേറ്റ് ചെയ്യുക, ബി ഡാഷ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്സോളം കിട്ടും. പിന്നെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കൂടെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 50% മാർക്ക് എത്തി. പിന്നെ 2 മാർക്ക് ട്രേസിനായിരിക്കും, 1 മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്. ബാക്കി വരുന്ന മാർക്കാണ് ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക. എ ഡാഷ് എ മാത്രം ലൊക്കേറ്റ് ചെയ്ത് എക്സ് ലൈൻ വരച്ചൊരു കുട്ടിക്ക് 1 മുതൽ 2 മാർക്സ് വരെ കിട്ടാം. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ ഡിസ്കഷൻ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിൽ എത്ര മാർക്ക് കിട്ടിയിരിക്കുന്നോ അത് നോട്ട് ചെയ്ത് വെക്കുക. ആ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.